വീക്കെൻഡ് എപ്പിസോഡിലെ ആദ്യത്തെ പ്രമോ വന്നിരിക്കുകയാണ്. ലാലേട്ടൻ ചോദിക്കുന്നത് ജാസ്മിന്റെ അടുത്തും റസ്മിന്റെ അടുത്തുമാണ് അവിടെ ഉണ്ടായ അവിചാരിത സംഭവങ്ങൾ. അവിടെ ജാസ്മിനും റസ്മിനും തമ്മിൽ കിച്ചണിൽ നടന്ന വലിയൊരു അടി. ആ അടിയുടെ പേരിൽ അവിടെ പിന്നീട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്നത് പ്രേക്ഷകരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇത്രയും വലിയൊരു അടി അവിടെ കിച്ചണിൽ നടന്നിട്ട് ബിഗ് ബോസ് വിളിച്ച് അവരെ സമാധാനിപ്പിച്ച് വിടുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും പരാതിയുണ്ടോ ജാസ്മിൻ എന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ എനിക്ക് പരാതിയൊന്നുമില്ല, രണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ നടന്നൊരു സംഭവമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ബിഗ് ബോസ് അവിടെ റസ്മിനെ വെറുതെ വിടുന്നതാണ് പ്രേക്ഷകർ കണ്ടത്. അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും റസ്മിനെ എന്തുകൊണ്ട് പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ളൊരു ചോദ്യം പ്രേക്ഷകർ അന്നു മുതൽ ഉയർത്തുന്നതാണ്. അവിടെ അതിന് തൊട്ട് മുൻപ് നടന്ന ഒരു ഇഷ്യൂവിൽ ഒരാളെ പുറത്താക്കുകയും അവിടെ റസ്മിൻ വന്ന സ്ഥാനത്ത് അവിടെ റസ്മിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അവിടെ പ്രേക്ഷകർ മുഴുവൻ ബിഗ് ബോസിനോട് ചോദിച്ചതാണ്. എന്തായാലും ലാലേട്ടൻ വളരെയധികം അത് കാര്യമായിട്ട് തന്നെ റസ്മിന്റെ അടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്, വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനോട് ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം റസ്മിന്റെ അടുത്ത് എടുക്കുന്ന നടപടി എന്താണ് എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് അവിടെ ഒന്നല്ലെങ്കിൽ നോമിനേഷനിൽ ഇടുക, ഡയറക്റ്റ് നോമിനേഷനിൽ ഇടുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും റസ്മിൻ അടുത്ത ആഴ്ച നോമിനേഷനിൽ വരും എന്നുള്ള കാര്യം 100% ഷുവറാണ്. ആ സമയത്ത് ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടേണ്ട റസ്മിനെ അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത 2 ആഴ്ച എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നും തോന്നുന്നില്ല. അതായിരിക്കാം ചിലപ്പോൾ ലാലേട്ടൻ പറയുന്നത്. എന്തായാലും ഇതിന്റെ പേരിൽ റസ്മിനെ പുറത്താക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. റസ്മിനെതിരെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത്. അവിടെ ജാസ്മിന്റെ ഭാഗത്ത് കാര്യമായിട്ടുള്ള തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോ തെറ്റ് സംഭവിച്ചാൽ പോലും അത് ആരെയും ഉപദ്രവിച്ചിട്ടില്ല ജാസ്മിൻ എന്നുള്ള കാര്യം ഷുവറാണ്. അവിടെ പക്ഷെ റസ്മിൻ ചെയ്തത് ഉപദ്രവമാണ്, അടിച്ചു എന്ന് പറയുന്നുണ്ട്, കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് നമുക്ക് ആ വീഡിയോ ക്ലിപ്പിംഗ് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല, പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ആ ക്ലിപ്പിംഗ് നമുക്ക് കാണിക്കാതെ വിടുകയായിരുന്നു ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഓരോ മെമ്പേഴ്സിനെയാണ്. അവരത് ലാലേട്ടനോട് പറയുന്നുമുണ്ട്. അതിനെതിരെ ലാലേട്ടൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്, അതോ അവിടെ റസ്മിനെ പുറത്താക്കുകയാണോ അതോ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടുകയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം.